So Habibis, ഞാൻ അങ്ങനെ ബെലിസ കഴിഞ്ഞു. ഇനി കോട്ടമാല അടുത്ത അവളും കരയുന്നു. Sorry, what? Our next friend this year. We'll meet again. Until next time. Keep in touch. Thank you. Have a nice trip. You too. അവർക്ക് 8 മണിക്കൂർ പണിയെടുക്കണം. 8 മണിക്കൂർ പണിയെടുത്താൽ അവർക്ക് കിട്ടുന്നത്. God be with you. Right? You too. Thank you so much. Thanks for everything. Okay. No problem. Bye bye. നമ്മളെ എന്നെ ഹോസ്റ്റ് ചെയ്ത ചേച്ചിയല്ല, എൻ്റെ അമ്മയുടെ പ്രായമുണ്ട്. അപ്പോൾ അവർ രാവിലെ എന്നെ ജോലിക്ക് പോവാണ്. അപ്പോൾ ഞാൻ ഇന്ന് എൻ്റെ അവസാന തവണമാണ് കേട്ടോ ഈ കാണുന്ന വീട്ടിൽ. ഇത് നമ്മുടെ അങ്കിള്. ഗുഡ് മോർണിംഗ്. ഇവിടെ നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ്, മുട്ട, ബീൻസ്, ഇവിടെ ചായ. നമ്മുടെ ആൻറ്റി രാവിലെ ആൻറ്റിയുടെ കൊച്ചു സ്കൂളിലോട്ട് വന്നതാണ്. ആൻറ്റി ഇവിടുത്തെ ടീച്ചറാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സ്കൂളാണ്. ഈ കാണുന്നത് പുള്ളിക്കാരൻ്റെ മകൻ പഠിപ്പിക്കുന്ന ഒരു വലിയൊരു സ്കൂളാണ് കേട്ടോ. വലിയൊരു സ്കൂൾ എന്ന് പറയുമ്പോൾ വലിയ ആളുകളുടെ സ്കൂളാണ്. ഇവിടെ എന്തോ ഫെസ്റ്റ് എന്തോ നടക്കുവാണ്. ഈ കാണുന്നതാണ് കേട്ടോ ഇവരുടെ എന്തോ പ്രോഗ്രാം എന്തോ നടക്കുവാണ്. ഓരോ കുട്ടികളും ഓരോ സ്റ്റാളൊക്കെ ഇട്ട്. എനിക്കൊന്ന് ഫുഡ് ഫെസ്റ്റ് ആണോ? ഇത് പുള്ളിക്കാരൻ്റെ മകനാണ്. നമ്മളെ കാർലോസ് പുള്ളിയില്ലേ, പുള്ളിയുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ അടുത്ത് ഷെയർ ചെയ്യും കേട്ടോ. നമ്മൾ ഭയങ്കര അടുത്തു 2 ദിവസത്തിനുള്ളിൽ. പുള്ളി നല്ലൊരു വ്യക്തിയാണ്. എൻ്റെ ഫാദറിൻ്റെ പ്രായത്തിൽ നിന്ന് ഒരു 2-3 വയസ്സ് കുറവ് മാത്രമേ ഉള്ളൂ. നല്ലൊരു വ്യക്തിയാണ് കേട്ടോ പുള്ളിക്കാരൻ എൻ്റെ അടുത്ത് എന്നെ ട്രീറ്റ് ചെയ്യുന്ന രീതിയും എല്ലാം. പുള്ളിക്കാരൻ്റെ ഭാര്യ എന്ന് പറയുമ്പോൾ 10 വയസ്സ് താഴെയാണ്. അവരും പഠിപ്പിക്കുകയാണ്. പുള്ളിക്കാരൻ റിട്ടയറായി. പുള്ളിക്കാരി റിട്ടയർ ആയിട്ടില്ല ഭാര്യ. അപ്പോൾ ഭാര്യയ്ക്കെന്ന് പറയുമ്പോൾ എന്താ പറയുക, ഡാൻസ് കളിക്കാനും പാർട്ടി അതൊക്കെയാണ് ഇഷ്ടം. നമ്മുടെ അദ്ദേഹത്തിന് അതൊന്നും അല്ല താല്പര്യം. അദ്ദേഹം എന്ന് പറയുമ്പോൾ ഡോക്യുമെന്ററീസ് കാണാനും. I'm talking about you. Okay. And your wife like partying and stuff. So ഇവർ രണ്ടുപേരും 2 ധ്രുവത്തിൽ നിന്നുള്ള ആളുകളാണ്. രണ്ടുപേരും ജീവിച്ചു പോകുന്ന 2 മക്കളുണ്ട്. മക്കള് ആദ്യത്തെ ദിവസം നമ്മൾ പരിചയപ്പെട്ടു. അവർ മുഖം തന്നെ നല്ലപോലെ കൂട്ടാനായിട്ട് ഇതാക്കത്തില്ലായിരുന്നു. ബട്ട് മകൻ ആക്ച്വലി എന്നെ സർപ്രൈസ് ചെയ്തു കേട്ടോ. ഇവരുടെ മകൻ ആക്ച്വലി ഞാൻ ഇന്നലെയാണ് അറിഞ്ഞത്. ഇന്നലെ വൈകിട്ടാണ് അറിഞ്ഞത്. മകൻ ആക്ച്വലി ഞാൻ അവിടെ താമസിക്കുന്ന തന്നെ ഇഷ്ടമല്ല. മകൻ എൻ്റെ അടുത്ത് മുഖത്ത് പോലും നോക്കില്ല കേട്ടോ. ഞാൻ എന്തോ ചെയ്ത പോലെ. എനിക്ക് തോന്നുന്നു അവരുടെ ആദ്യമായിട്ടാണ് പുള്ളിക്കാരൻ ഒരു വ്യക്തിയെ പുറത്തുനിന്ന് വിളിച്ചുകൊണ്ട് വരുന്നത്. അവരുടെ കുടുംബത്തിലെ അംഗങ്ങൾ വരുമ്പോൾ പോലും മക്കള് രണ്ടുപേരും ഒതുങ്ങിക്കൂടി അങ്ങനെ അധികം എപ്പോഴും അവരുടേതായിട്ടുള്ള ആ ഒരു റൂമിൻ്റെ അകത്ത് എപ്പോഴും ഇരിക്കും. അപ്പോൾ അതെനിക്ക് എന്തോ പോലെ ആയിപ്പോയി. മകൻ എൻ്റെ അടുത്ത് സംസാരിക്കാൻ പോലും കേട്ടോ. ഞാൻ അങ്ങോട്ട് കുറേ നേരം സംസാരിക്കാൻ ശ്രമിച്ചു. പിന്നെ 17 വയസ്സുള്ള കൊച്ചു മകനാണ് കേട്ടോ. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രായത്തിൻ്റേതായിട്ടുള്ള ചിലപ്പോൾ പക്വത കുറവും കാണാം. അപ്പം അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ ലാസ്റ്റ് ദിവസമാണ് പുള്ളിക്കാരൻ്റെ അവിടെ. താങ്ക് യു സോ മച്ച് ഫോർ എവറിത്തിങ്. നമ്മുടെ ഫുഡ് ഫെസ്റ്റിന് വേണ്ടി നമ്മൾ ഐസ് വാങ്ങാൻ വേണ്ടി വന്നതാണ്. ഐസ് അവിടെ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഈ ഒരു രാജ്യത്തിൻ്റെ നാഷണൽ ഹൈവേ ആണ്. ഇത് നോർത്തേൺ ഭാഗമാണ്. അതുകൊണ്ടാണ് വലിയ റോഡുകളൊന്നും അല്ല കേട്ടോ. എന്നാലും അത്യാവശ്യം ഇവിടുത്തെ വലിയ പ്രധാന ഹൈവേ ആണ്. ഈ കാണുന്നത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ സൈക്കിൾ. ഇവിടുത്തെ സൈക്കിളെല്ലാം ഇതുപോലെയാണ്. എല്ലാ സൈക്കിളിലും ബ്രേക്ക് ഇല്ല കേട്ടോ. ഇവിടെ ആളുകളെ ഇരുത്തി ഇങ്ങനെ കൊണ്ടുപോകാനാണ്. ഇവിടെ ഫ്രണ്ടിൽ ആളുകളെ ഇരുത്തി ചവിട്ടി കൊണ്ടുപോകാനായിട്ടുള്ള സൈക്കിളാണ്. ഇന്ന് ഫ്രൈഡേ ആണ്. വെള്ളിയാഴ്ച ദിവസങ്ങളിൽ ഹാഫ് ഡേ മാത്രമേ ഉള്ളൂ കേട്ടോ. ഹാഫ് ഡേ ആയതുകൊണ്ട് ഇവർക്ക് യൂണിഫോം ഇല്ല. നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് ബുധനാഴ്ച യൂണിഫോം ഇല്ലാത്ത പോലെ ഇവർക്ക് വെള്ളിയാഴ്ച യൂണിഫോം ഇല്ല കുട്ടികൾക്ക്. കണ്ടില്ല, എല്ലാവരും പല കുട്ടികളും സൈക്കിൾ ഉപയോഗിക്കുന്നുണ്ട്. ഒരു സൈക്കിളിലും നിങ്ങൾക്ക് ബ്രേക്ക് കാണാൻ സാധിക്കില്ല. ബ്രേക്ക് എന്ന് പറയുന്ന സാധനമില്ല. ഈ കാണുന്നതാണ് കേട്ടോ ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ട് ആയിട്ടുള്ള ബസ്സുകളാണ്. ഇതൊക്കെ US എന്നൊക്കെ കൊണ്ടുവരുന്ന പഴയ ബസ്സുകളാണ്. ഇവിടെ ഒരു സ്കൂളിൽ അസംബ്ലി നടക്കുവാണ് കേട്ടോ. ഞാൻ ഒളിക്യാമറ വെച്ച് സ്കൂളിലെ അസംബ്ലി പകർത്തുന്ന ദൃശ്യമാണ്. ഇവരുടെ നാഷണൽ ആന്തമാണെന്ന് തോന്നുന്നു. നാഷണൽ ആന്തം പൊക്കിയതാണെന്ന് തോന്നുന്നു കേട്ടോ. ഓൾറെഡി പൊക്കിയ അസംബ്ലി ഇവിടെ കഴിഞ്ഞു സ്കൂളിൻ്റെ. ഇനി അവർ പൊക്കിയിട്ട് കെട്ടുവാണ് കേട്ടോ. ഡെയിലി എനിക്ക് തോന്നുന്നു ഇവർ കെട്ടുമെന്ന് തോന്നുന്നു. ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഈ സ്കൂളിൽ ഒന്നും യൂണിഫോം ഇല്ല.
ഇവിടെ ഉള്ളതെല്ലാം കത്തോലിക്കൻ സ്കൂളാണ്. കത്തോലിക്കൻ സ്കൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ പോലത്തെ കത്തോലിക്കൻ സ്കൂളല്ല. ഇവിടെ റിലീജിയസ് സ്റ്റഡീസും അവർ പഠിപ്പിക്കുന്നുണ്ട് സ്കൂളിൽ. പിന്നെ ഗവൺമെന്റ് സ്കൂളുകളുണ്ട്. ഗവൺമെന്റ് സ്കൂളുകൾ വളരെ കുറവാണ്. കത്തോലിക്കൻ സ്കൂളിൽ നമ്മുടെ എയ്ഡ് സ്കൂളുകളില്ലേ അതുപോലെ തന്നെയാണ്. നമുക്ക് ഫീസ് അടയ്ക്കണ്ട. ബട്ട് എന്നിരുന്നാലും കുറച്ച് ഫീസ് ഉണ്ട്, കുറച്ച് എക്സ്പെൻസീവ് ആണ്. ബുക്കുകൾക്ക് അത് തന്നെ ആക്ച്വലി അത്യാവശ്യം നല്ല പൈസ ആവും. എൻ്റെ വീട്ടിൻ്റെ അടുത്തുള്ള മറ്റേ ഫാമിലിയിലെ ഇന്നലെ ബർത്ത്ഡേക്ക് ആഘോഷിച്ചത്, അവരുടെ ആ മോളൊന്നല്ലോ, അവള് 13-ാം വയസ്സിന് ശേഷം അവൾ പഠിക്കുന്നില്ല. കാരണം പഠിക്കാനായിട്ട് കുറേ പൈസ ആവശ്യം വരും. എഡ്യൂക്കേഷൻ ഭയങ്കര ഫ്രീ അല്ല കേട്ടോ, ഫ്രീ ആയിട്ടല്ല നമ്മുടെ നാടൊക്കെ പോലെ. അപ്പോൾ കുറച്ച് എക്സ്പെൻസീവ് ആണ്. What do you want to say? You were trying to say something. Well, just being with you, I have learned a lot of things, especially of India, Kerala. Okay. You remember Kerala? Yes. Now you cannot forget Kerala? No. It's like in my mind. Every time I say it, I will remember you. And so, yeah. And some words will stay with us. Like this morning, I told my wife, Habibi. And I gave her a kiss. She smiled. Okay. ഹബീബി എന്ന് വിളിച്ചിട്ട് വൈഫിൽ കിസ് കൊടുത്തു. ഞാൻ പഠിപ്പിച്ചെടുത്ത വാക്കാണ് ഹബീബി. അവിടെ ഉള്ള വില്ലേജിലുള്ള അവിടെ ഫാമിലിയിൽ അപ്പുറത്തെ വീട്ടിലൊക്കെ ഉള്ള എല്ലാ ആൾക്കാരും പറയും ഇപ്പൊ വിളിക്കുന്നത് ഹബീബി എന്നാണ് കേട്ടോ. ഇവിടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നതൊക്കെയാണ് ഇവരുടെ. പുള്ളിക്കാരനെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ, എല്ലാ കുട്ടികൾക്കും. ഇവിടെ നമ്മുടെ ആന്റി വന്നിട്ട് പിന്നാമ്പുറത്തുനിന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ ഇവരുടെ. നല്ല കച്ചവടമുണ്ട് കേട്ടോ ഇവിടെ. ഇവിടെ പല കുട്ടികളും പല വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സൊക്കെയാണ് കേട്ടോ ധരിച്ചിരിക്കുന്നത് ഇന്ന്. ഈ കാണുന്നതൊക്കെ വേറെ ഇവരുടെ മെനുവും സംഭവങ്ങളൊക്കെയാണ്, ജ്യൂസിൻ്റെയൊക്കെ. നല്ല രസമുണ്ട് കേട്ടോ സ്കൂളിൻ്റെ പരിപാടി. അവിടെ നമ്മുടെ ഗ്രില്ലിൻ്റെ മീറ്റ്, ഈ കാണുന്നത് വേറെ എന്തോ സംഭവങ്ങൾ. ഈ കാണുന്ന ഏരിയ മുഴുവൻ ഇതാണ്. ഇവിടെ കണ്ടോ കുറേ കുട്ടികൾ പല വ്യത്യസ്തമായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചിട്ട് അവരുടെ പ്രോഗ്രാമൊക്കെ ഉണ്ട്. സാറിന്റെ കുട്ടികളാണെന്ന് തോന്നുന്നു കേട്ടോ എല്ലാരും. സാറിന്റെ പ്രിയ അല്ല. Hi. Why are you wearing this? Which culture are you representing? East Indian. Wow. ഇവിടുത്തെ ഈസ്റ്റ് ഇന്ത്യനെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കുട്ടികളാണ് കേട്ടോ. All the best. Is there anyone from East India? No, okay. You are from there, Yeah, I'm from there. ഇവിടെ ആക്ച്വലി പണ്ട് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത കുറേ ആൾക്കാരുണ്ട്. അതായത് ഇപ്പോഴത്തെ ബീഹാർ, ജാർഖണ്ഡ്, ഒഡീഷയിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാർ ഇവിടെ ബെലിസിൽ താമസിക്കുന്നുണ്ട്. അവരെ ഈസ്റ്റ് ഇന്ത്യൻസ് എന്നാണ് പറയുന്നത്. അവരെ റെപ്രസെന്റ് ചെയ്തിട്ടുള്ള കുറേ ആൾക്കാരാണ് കേട്ടോ. ഇവിടെ എന്താ ഇലക്ട്രിസിറ്റി ഗെയിമാണ് കേട്ടോ കുട്ടികൾ കളിക്കുന്ന അടുത്ത. എന്തോ ഒരു ഇലക്ട്രിസിറ്റി വെച്ചിട്ടുള്ള ഗെയിമാണ്. അതുകൊണ്ട് അവിടെ കറണ്ട് ഇടുന്നു, കുട്ടികളെല്ലാരും പിടിക്കുന്നു. ഞാൻ ഈ ടീഷർട്ട് ഇട്ടുകൊണ്ട് ഇവിടെയുള്ള സാറന്മാരും എല്ലാരും നേരെ വായിക്കുന്നു കേരളം. Everyone understanding because of my t-shirt. Yeah. എല്ലാരും എൻ്റെ നാട്ടിൽ 2 ടീഷർട്ട് പ്രിന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അത് കൊണ്ടുവരാനായിട്ട് ആളുമില്ല. വരേണ്ട ആള് ലാസ്റ്റ് കൊണ്ടുവരാനും പറ്റിയിട്ടില്ല. ഇവിടെ എന്താ I tell the lady, because you're gonna be famous. ഇവിടെ തന്നെ ക്യാബേജ് എന്തോ വിൽക്കുന്ന കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്ന ഭാഗത്ത്. നല്ല അടിപൊളി രസമുണ്ട് കേട്ടോ ഇവിടെ. ഈ ടീഷർട്ട് കൊണ്ട് ഗുണമുണ്ട്. കേരളത്തിലെ കുറെ ആൾക്കാർ തിരിച്ചറിയുന്നുണ്ട് ഇതെന്താണെന്ന് ചോദിക്കുന്നുണ്ട്. ഇവിടെ ഡാൻസ് ഒക്കെ കളിച്ച് പ്രാക്ടീസ് ചെയ്യുന്ന കുറച്ച് കുട്ടികളാണ്. ഇവർ ക്രിയോളാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ക്രിയോൾ എന്ന് പറയുന്നത് ആഫ്രിക്കയിൽ നിന്ന് വന്ന ആളുകളാണ്. He came to see the girls. You came to see the girls. They came from another school? No, it's my school. Okay. Okay. That's why I know them. ഒരു പെൺകുട്ടികളെ കാണാൻ വേണ്ടി വന്ന പയ്യന്മാരാണ് കേട്ടോ. ബാഡ് ബോയ്സ്. അവര് സ്വന്തമായിട്ട് അവരെ വിളിക്കുന്നത് ബാഡ് ബോയ്സ് എന്നാ. ഇവിടെ സ്കൂളിന്റെ ബാൻഡിന്റെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അത് ഓൾമോസ്റ്റ് തീർന്നു കേട്ടോ. ഹലോ. At this time, we will have
അവരുടെ സ്കൂളിൻ്റെ 43-ാമത്തെ വർഷത്തെ അവരുടെ അടിപൊളി കരിയറിനെ വെച്ചിട്ടാണ് ഇത് നടത്തുന്നത്. അപ്പോൾ ഞാൻ ഇവിടുത്തെ സ്കൂളിനെ വിട പറഞ്ഞ് ഇനി ഞാൻ എൻ്റെ യാത്ര ഇന്ന് ആരംഭിക്കാൻ വേണ്ടി പോകുന്നു. ഞാൻ ഇന്ന് എല്ലായിടത്തും വിട പറയാനൊക്കെ വേണ്ടി വന്നതാണ്. I'm leaving. Habibi, ready? Habibi. Good morning. Hello. Bro. Habibi. Habibi. Look here. I'm going. Bye. I'm going to say bye. Morning, bro. Morning. Yes, ba? ഇവിടുത്തെ തണ്ണിമത്തന്റെ വലിപ്പം നോക്കിയേ. സോ ബിഗ് ബ്രോ, ഇറ്റ്സ് വെരി ബിഗ്. ഇത്രയും വലുത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ അകത്ത് അധികം ഇതില്ല കേട്ടോ, അകത്ത് ഷോപ്പില്ല അധികം. മോർണിംഗ്. Good morning. Going soon. Thank you for everything, okay? Yes. Thank you so much. I'm crying. Bro, no, bro. Bro, We are very happy. I'm more than happy. We are very happy because we have a new friend in this year. I am so happy. I am having a new friend. My family have a new friend. Because Frankly, I want to got too much friends like you. Oh my god. nobody like you was coming here in my house, in my house to stay right here to share with my friend, with my son and my husband. Next time I come, I stay here. Yes. I stay here, not there. Bro. Hey. You are my friend, though. Yeah, my friend, man. You come to Kerala, okay? Come to my place. We will go around in my motorcycle. Dios, cuando dile cuando dé vuelta, you gampa your house, Carl. Yes. I have his WhatsApp number. Our next friend അടുത്ത this year. അവളും കരയുന്നു. Sorry, what? Our next friend this year. We'll meet again. You are happy? Yeah. After 3 years, maybe after 5 years, but I will come one day here. You will be welcome again. Thank you. Until next time. Bye. Next time we will do an ceviche. Yes, next time ceviche. Thank you so much for everything, okay? Yeah. അങ്ങനെ ഞാൻ ഇവിടെ പറഞ്ഞു എനിക്കൊരു ഹിച്ചൈക്ക് ഇവർ ഓൾറെഡി സെറ്റ് ചെയ്ത് വീട്ടിൻ്റെ അടുത്തുള്ള ആള്. Thank you for everything. This is my goodbye. Yes. Kelly, bye. She's gonna come Oh, she's coming. Okay. because from here I will take her to the Okay. festival. ഓക്കെ, കെലി മോളാണ്. മോള് പാവമാണ് കേട്ടോ. മോളും പക്ഷെ ഇവര് അങ്ങനെ അധികം ആരുടെ സംസാരിക്കില്ല, പക്ഷെ ഭയങ്കര പാവമാണ്. മോനാണ് ഞാൻ പറഞ്ഞില്ലേ അങ്ങനത്തെ കുറച്ച്. I don't have anything to give you. Don't worry. Yes. Your friendship is good enough. Yeah. Keep in touch always, okay? Yes. Kelly, thank you so much. Thanks for everything. അപ്പൊ Yeah. Your friends. ബൈ ഹബീബീസ്. നമ്മുടെ ഹബീബീസിനോട് പറഞ്ഞു പോവാണ് ഈ കാണുന്ന. ബൈ. അവരെ വീടും ഈ സ്ഥലമൊക്കെ കണ്ടിട്ട് ആരും തെറ്റിദ്ധരിക്കരുത്. അതായത് അവരങ്ങനെ വലിയ പണക്കാരല്ല, എന്നാലും അധികം പാവപ്പെട്ടവരും അല്ല. ബട്ട് അതുകൊണ്ട് ആൾക്കാർ ഒരിക്കലും പറയരുത് നിങ്ങൾ ഇന്നലെയൊക്കെ അവർക്ക് വല്ല പൈസ കൊടുത്തിട്ട് വന്നൂടെ. ചില ബന്ധങ്ങൾക്ക് നമ്മൾ പൈസ കൊടുത്തിട്ട് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുമ്പോൾ അത് ഒരു ഇത് കാണൂല കേട്ടോ, അത് ഭയങ്കര ഒഫൻഡിങ് ആയിട്ട് തോന്നും. ബട്ട് എനിക്ക് ഇവരുടെ അടുത്ത് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണമെന്ന് തോന്നി, പക്ഷെ എൻ്റെ കയ്യിൽ ഒരു ഗിഫ്റ്റ് കൊടുക്കാനും ഒരു സാധനം എൻ്റെ കയ്യിൽ ഇല്ലാതായിപ്പോ കേട്ടോ. അപ്പോൾ അതിൽ എനിക്കൊരു വിഷമമുണ്ട്, എന്തെങ്കിലും ഓർമ്മയ്ക്ക് വേണ്ടി. ബട്ട് ഞാൻ എങ്ങനെയെങ്കിലും നമ്മുടെ ഫോട്ടോ
പ്രിന്റ് ചെയ്ത് ഗ്രൂപ്പ് ഫോട്ടോ ആയിട്ട് ഞാൻ അയച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു പ്ലാൻ ഉണ്ട് ഇവരുടെ അഡ്രസ്സിൽ, നമ്മുടെ ഗ്രൂപ്പ് ഫോട്ടോ. അതാണ് എൻ്റെ പ്ലാന്. അപ്പോൾ ഞാനിവിടെ വന്നു. ഇനി എനിക്ക് വേണ്ടി വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. നമ്മുടെ നാട്ടിൽ മീൻകാരന്മാർ പോകുന്ന പോലെ ഹോണടിച്ച് പോകുന്ന പുള്ളിക്കാരെ തർത്തീജ വിൽക്കാനാണ് കേട്ടോ. പല ആളുകളും കമന്റിൽ ഇട്ടിട്ടുണ്ട് ഞാൻ തർത്തീജ എന്ന് പറയും. തർത്തിയ എന്നാണ് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞ് ശീലിത്തോണ്ടാണ് തർത്തീജ എന്ന് പറയുന്നത്. തർത്തിയ എന്നാണ് കേട്ടോ അതിന്റെ റിയൽ പ്രൊണൗൺസിയേഷൻ. തർത്തിയ. ഗുഡ് മോർണിംഗ്. പുള്ളിക്കാരൻ DH, യു വർക്ക് ഇൻ DHL. ഓക്കെ. പുള്ളിക്കാരൻ നമ്മുടെ അയൽവാസിയാണ്. പുള്ളിക്കാരൻ്റെ കൂടെയാണ് കേട്ടോ ഞാൻ പോകുന്നത്. Long trip. Yeah, thank you so much. Okay. Okay, thank you too. Until next time. Keep in touch. Thank you. Have a nice trip. You too. Argentina. ഞാൻ കോള കുടിക്കൂലെന്ന് അറിയാം. അതുകൊണ്ട് എനിക്ക് വെള്ളം, അവർക്ക് രണ്ടുപേർക്കും കോള വാങ്ങിച്ച് പാവം കേട്ടോ. എന്ത് നല്ല വ്യക്തിയാണ്. ഇനി നമ്മൾ നമ്മുടെ യാത്ര തുടങ്ങുവാണ്. ഇവിടെ നമ്മുടെ തായ്വാന്റെ ഫ്ലാഗാണ് കേട്ടോ കാണുന്നത്. തായ്വാൻ എന്ന് പറയുന്ന രാജ്യത്തിന്റെ ഫ്ലാഗാണ്. തായ്വാനും ഈ ഒരു രാജ്യം ബെലിസയുമായിട്ട് നല്ലൊരു റിലേഷനുണ്ട്. ബെലിസയിലുള്ള കുട്ടികൾക്ക് തായ്വാൻ സ്കോളർഷിപ്പ് കൊടുക്കുന്നുണ്ട്. കുറേ ആളുകൾ ഇവിടെ നിന്ന് അവിടെ പോയി പഠിക്കുന്നുണ്ട്. ഇവിടെ ബെലിസയിലെ പല കാര്യങ്ങളും അവർ ഡൊണേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ തായ്വാൻ ഗവൺമെൻറ്. കുറേ തായ്വാൻകാരും ഇവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. പിന്നെ ചൈനീസുകാരുടെ പുതിയ ബിസിനസ്സുകളും ഇവിടെ കാണാൻ സാധിക്കും. ഇവിടെ ഇരിക്കുന്ന ഇങ്ങനത്തെ. നമ്മുടെ യാത്ര അവസാനിക്കുന്നില്ല. നമ്മൾ പോകുന്നത് ബെലിസെ സിറ്റിയിലാണ് അവർ പോകുന്നത്. ഞാൻ പോകുന്നത് ബെൽമപ്പാൻ ക്യാപിറ്റലാണ്. ബെലിസെ സിറ്റി എന്ന് പറയുന്ന സ്ഥലമാണ് ഏറ്റവും വലിയ സിറ്റി. ബട്ട് ക്യാപിറ്റൽ എന്ന് പറയുന്നത് ബെൽമപ്പാൻ. അത് ചെറിയ സിറ്റിയാണ്. ഇവിടെ വഴിയോരങ്ങളിൽ ഇതുപോലുള്ള കുറേ കടകളുണ്ട്. ബനാന ചിപ്സ്, പംകിൻ സീഡ്സ്, പിന്നെ ചിപ്സുകൾ, സബ്രീറ്റാസ്. ഞാൻ നമ്മുടെ ഒരു കോക്കനട്ടിന്റെ ഒരു സാധനം വാങ്ങിച്ചിട്ടുണ്ട്. ഇത് പ്ലാന്റൈന് $1.5, ഇതിന് $3. $1.5 പ്ലാന്റൈൻ എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടില് ഏകദേശം ഒരു 70-80 രൂപയൊക്കെ അടുപ്പിച്ച് വരും. അതേസമയം മറ്റേ സാധനത്തിന് ഏകദേശം 140 രൂപ വരും കേട്ടോ. 135 രൂപയാണ് ഈ കാണുന്ന ഒരു കോക്കനട്ടിന്റെ ഇത്. ഇവിടുത്തെ സ്നാക്കിന് പോലും നല്ല വിലയാണ്. താങ്ക് യു. ഓക്കെ, അഡിയോസ്. നോ സാമോസ്. Take care, amigo. Yeah, you too. See you again. Bye. I have to come to your village again because I have many friends there. You have a house here when you come back. Thank you. Bye, okay? Take care. You too. Bye-bye. When I think you have my number. Yeah, I'll call you. അങ്ങനെ അവരെന്നെ ആക്കിയിട്ട് പോകുന്നു. Hello. You have peanut? Peanuts, yes. Ah, okay. ഇവിടെ ഒരു Mennonite. You are from Mennonite, right? Yes. Nice to meet you. I'm meeting for the first time Mennonite people in Belize. I'm here for traveling. What's your name? Isaac. Nice to meet you. And you produce this one? Yes. Oh, പുള്ളിക്കാരൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇതാണ് കേട്ടോ ഇട്ട് വിൽക്കുന്നത്. In the school with English, right? Oh, that's nice. So, nice to meet you. No, thank you. You're welcome. I'm from India. From India. Oh. Yeah, I'm traveling all around America. Oh, okay. Yeah. So, ഈ കാണുന്ന ആളുകളാണ് മെനനൈറ്റ്. അതായത് നമ്മുടെ ഇതുപോലുള്ള ജീൻസും മറ്റേ വള്ളി ഇതൊക്കെ ഇട്ടിട്ട് നിൽക്കുന്ന ആൾക്കാരാണ് മെനനൈറ്റ്സ്. നിങ്ങൾ അമിഷ് പീപ്പിൾ എന്ന് പറയുന്ന ആൾക്കാരെ അറിയാലോ. അമിഷ് എന്ന് പറയുന്നത് അമേരിക്കയിലൊക്കെ ഉള്ള അവർ കുതിര വണ്ടിയിൽ ഇപ്പോഴും പോകുന്ന ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ കൂടുതൽ മോഡേൺ സംഭവങ്ങളൊക്കെ യൂസ് ചെയ്യാത്ത ആൾക്കാരാണ് അമിഷ് എന്ന് പറയുന്ന ആൾക്കാർ. അതുപോലെ തന്നെ മെനനൈറ്റ്സ്. പക്ഷേ മെനനൈറ്റ്സ് എന്ന് പറയുമ്പോൾ അങ്ങനെ അത്ര ഇതൊന്നുമില്ല. അവർ ചെറുതായിട്ടുള്ള ഇലക്ട്രിക് സംഭവങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മോഡേൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കും. എന്നാലും അത്ര ഇതല്ല, നോർമൽ ആളുകളെ പോലല്ല. ഇവർ ആക്ച്വലി പണ്ട് റഷ്യയിൽ നിന്നും അമേരിക്ക, കാനഡ ആ ഭാഗത്തു നിന്നൊക്കെ 1950 ശേഷം ഇങ്ങോട്ട് വന്ന ആൾക്കാരാണ്. മെക്സിക്കോ വഴി ബെലിസിലോട്ട് വന്ന ആൾക്കാരാണ്. ഇവരുടെ കുറേ ആളുകൾ ഷിപ്പ് യാർഡ് അല്ലെങ്കിൽ അഗ്രികൾച്ചർ ഇങ്ങനെയുള്ള സംഭവങ്ങളിലൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. ഇവരുടെ ജീവിതം കുറച്ച് വ്യത്യസ്തമാണ് കേട്ടോ. ഇവർക്ക് കുറേ കൾച്ചറായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പുള്ളിക്കാരൻ്റെ ഡ്രസ്സില്ലേ കുറേ കൾച്ചർപരമായിട്ട് ഇവർക്ക് ഒരേ പ്രത്യേക രീതിയൊക്കെ ഉണ്ട് കേട്ടോ ഇവരുടെ ജീവിത രീതിയിൽ. പിന്നെ ഇവരെന്ന് പറയുമ്പോൾ പള്ളികളിൽ ഇവർക്ക് പ്രത്യേകമായിട്ടുള്ള ക്രിസ്ത്യൻ ഒരു വിഭാഗമാണ്. ഇവരുടെ പള്ളികൾ
പള്ളികളിലും ഇവരുടെ ഇവർക്ക് പ്രത്യേക സ്കൂളുണ്ട്. അവിടെയൊക്കെ ഇവർ സംസാരിക്കുന്ന ഹൈ ജർമ്മനാണ്. ഹൈ ജർമ്മൻ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള ജർമ്മൻ ഭാഷയാണ് ഇവർ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഇവരെ ജർമ്മൻ പോപ്പുലേഷൻ എന്നും പറയുന്നത്, ഈ മെനനൈറ്റ്സ് ആൾക്കാരെ. പിന്നെ ഇവർ നാട്ടിൽ പൊതുവെ സംസാരിക്കുന്ന ലോ ജർമ്മൻ എന്നാണ് പറയുന്നത്. ലോ ജർമ്മൻ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിലെ ക്രിയോളും ഇല്ലേ, ഇംഗ്ലീഷ് എന്ന് പറഞ്ഞാൽ നല്ല ഇംഗ്ലീഷ്, ക്രിയോൾ എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷിൻ്റെ കുറച്ച് ബ്രോക്കൺ ആയിട്ടുള്ള ഇംഗ്ലീഷ്, അതുപോലെ ബ്രോക്കൺ ആയിട്ടുള്ള ജർമ്മൻ ഭാഷയാണ് ഇവർ പൊതുവായിട്ട് അല്ലാതെ സംസാരിക്കുന്നത്. അപ്പോൾ ഞാനിനി ഹിച്ചേക്ക് തുടങ്ങട്ടെ. പുള്ളിക്കാരൻ ഇന്ത്യക്കാരനാണെന്ന് തോന്നുന്നു, ഈസ്റ്റ് ഇന്ത്യക്കാരനായിരിക്കണം. എനിക്ക് അടുത്തൊരു വണ്ടി കിട്ടി. എൻ്റെ പ്ലാന് ബെൽമപ്പാൻ എന്ന് പറഞ്ഞ ക്യാപിറ്റലിൽ പോകാനായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ ലേറ്റായി. വെനിസില എംബസിയിൽ പോയിട്ട് വിസയ്ക്ക് വേണ്ടിയുള്ള പ്ലാനായിരുന്നു. ബട്ട് ഇനി എനിക്ക് പുള്ളിക്കാരൻ എവിടെയോ കൊണ്ടുപോകുന്നു, ബോർഡർ ഭാഗത്തൊക്കെയോട്ടാണ്. അപ്പോൾ പുള്ളിക്കാരനോട് പോകാന്ന് വെച്ചു. ഹായ്, വാട്ട്സ് യുവർ നെയിം? Oscar. What's your name, bro? Iro. Nice to meet you. You speak Creole or you speak Spanish? Speak Spanish, English and Creole. Okay. ഇവര് ബോർഡർ ഭാഗത്ത് അടുത്തുള്ളതാണ്, അതുകൊണ്ട് എനിക്കൊന്ന് സ്പാനിഷ് ആണെന്ന്. യു ബീൻ ടു ഇന്ത്യ? Yeah, been to Bombay. Bombay, when? 1996. I was not alive that time. Yeah. I never born in that time. How was India at that time? It's good. Oh, okay. I live in the south. Yeah. ഈ കാണുന്നതാണ് ഇവിടുത്തെ പ്രിസണ്. ഇവിടുത്തെ പ്രിസണേഴ്സ് ഫാം ചെയ്യുന്ന കണ്ടില്ലേ, കൃഷി ചെയ്യുന്നതാണ് കേട്ടോ. പ്രിസണിലുള്ള ജോലിക്കാരാണ് അവിടെ നിന്ന് ഫാം ചെയ്യുന്നത്, കൃഷിയൊക്കെ. ഈ രാജ്യത്തെ പ്രിസണാണ് കേട്ടോ. ഓ കൊള്ളാലോ, കാർപ്പൻട്രി പണി, കുറേ പരിപാടികൾ ചെയ്യുന്നുണ്ട്. ഒരു പ്രിസണർ എൻ്റെ അടുത്ത് കൈയൊക്കെ കാണിച്ചു. ഇവരുടെ കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ധാരാളം. വാവ്, നമ്മുടെ നെൽസൺ മണ്ടേല കോട്ടൊക്കെ അതിൽ എഴുതി വെച്ചിട്ടുണ്ട്. അധികം വലിയ ഫെൻസിങ് ഒന്നുമില്ല, എന്നാലും അവിടെ ഒരാൾ ഇരുന്ന് നോക്കുന്നുണ്ട്, ഒരു പോലീസുകാരൻ. Do they get salary for working? $1 a day. How much? $1 a day. $1 per day. Wow. Like 8 hours in a day they have to work? അവർക്ക് 8 മണിക്കൂർ പണിയെടുക്കണം. 8 മണിക്കൂർ പണിയെടുത്താൽ അവർക്ക് കിട്ടുന്നത് $1 എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ 45 രൂപയാണ് കേട്ടോ ഒരു ദിവസം കിട്ടുന്നത്. ഇവർക്ക് ജയിലിൽ നമ്മുടെ നാട്ടിലിപ്പം 620 രൂപയൊക്കെ ആക്കണം എന്ന് പറയുന്നുണ്ട് ഒരു ദിവസത്തിന്. അത് നല്ലതാണ്, കാരണം ഈ എല്ലാവർക്കും എല്ലാ ജയിലിൽ കുറ്റം ചെയ്ത എല്ലാവർക്കും ഇത്രയും പൈസ കിട്ടില്ല. പൈസ കിട്ടിയാൽ തന്നെ അതിന്റെ കുറേ ശതമാനം പോകുന്നത് വിക്ടിംസിനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് ജയിലിൽ സുഖമാണ്. ജയിലിൽ സുഖമെന്നല്ല, അവർക്ക് പണിയെടുക്കുന്നതിന്റെ 30% എന്തോ വിക്ടിമിന്, ഇപ്പൊ കുറ്റം ചെയ്ത് ആർക്കെതിരെയാണ് കുറ്റം ചെയ്ത് ആ കുറ്റം അങ്ങനെയുള്ള ആളുകൾക്കും അതിന്റെ കുറച്ച് പൈസ പോകുന്നുണ്ട്. ഈ പണിക്കാർ പണിയെടുക്കുന്ന ഈ ജയിലിലെ പ്രിസണേഴ്സ് പണിയെടുക്കുന്ന പൈസ. ബട്ട് ഇവിടെ $1 കേട്ടോ, ഒരു ബെൽജിയൻ ഡോളർ 45 രൂപ. ഞാൻ ലിഫ്റ്റ് അടിച്ച കാറ് പുള്ളിക്കാരൻ ഒരു കടയിൽ കൊണ്ടുവന്ന് നിർത്തി, ഒരു തായ്വാനീസ് ഷോപ്പിൽ കൊണ്ടുവന്ന് നിർത്തിയാണ് കേട്ടോ. ഇത് തായ്വാൻകാരുടെയാണ്. തായ്വാൻകാർ സംസാരിക്കുന്നത് ട്രഡീഷണൽ മാൻഡറിൻ ഭാഷയാണ്. ഇവിടെ എന്തോ വാങ്ങാൻ വേണ്ടി ഇവിടെ കുറേ തായ്വാനുകാരുണ്ട്. ആസാം മിൽക്ക് ടീ. പുള്ളിക്കാരൻ അവിടെ നിന്ന് പ്ലം വാങ്ങിച്ചിട്ട് എനിക്കിവിടെ തന്നു. തായ്വാൻകാർ ഇവിടെ വന്നിട്ട് ഏക്കർ കണക്കിന് സ്ഥലം വാങ്ങിച്ചിട്ട് അവരുടെ ഒരു വലിയൊരു കമ്മ്യൂണിറ്റി തന്നെ ഉണ്ട് കേട്ടോ അവിടെ. അവർ പ്ലം കൃഷി, പല കൃഷികൾ ചെയ്തിട്ട് അവർ വിൽക്കുന്നു, ബിസിനസ് ചെയ്യുന്നു. പിന്നെ കുറേ പേരുണ്ട്. തായ്വാനിലൊന്നും സ്ഥലം വാങ്ങിച്ചിട്ട് കൃഷിയൊന്നും ചെയ്യാനുള്ള സ്ഥലം ഇല്ലല്ലോ അവിടെ. കുതിരയിലാണ് കേട്ടോ പോകുന്നത്. മെനനൈറ്റ്സിന്റെ ആളുകളാണ്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ബീൻസിന്റെ കൃഷിയാണ് കേട്ടോ. ഇവിടെ ബീൻസിന്റെ കൃഷി. നമ്മളിവിടെ ഒരു ഫെറി ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണിത്. ആ കാണുന്ന ഫെറി അങ്ങോട്ട് പോയിട്ട് പുള്ളിക്കാരൻ വലിക്കുന്നുണ്ടോ അവിടെ നിന്ന്. അവിടെ ഒരു വ്യക്തി പുള്ളിക്കാരൻ തിരിച്ച് വലിച്ചിട്ട് ഇതുകൊണ്ട് അവിടെ കാറുകൾ വെയിറ്റ് ചെയ്യുന്നുണ്ടോ. നമ്മൾ ഈ കാണുന്ന ഫെറിയിൽ വണ്ടി ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകും. ഈ കാണുന്ന ഇതാണ് പുള്ളിക്കാരൻ സ്വന്തമായിട്ട് കറക്കിയാണ് കേട്ടോ. അല്ല കറക്കി കൊണ്ടുപോയി സ്വന്തമായിട്ട് മാനുവലായിട്ട് തന്നെ അപ്പുറത്ത് കൊണ്ടാക്കും. അപ്പുറത്ത് അതുപോലെ നമ്മൾ ഇറങ്ങുമ്പോൾ അവിടെ വേറെ വണ്ടി വെയിറ്റ് ചെയ്തിരിപ്പുണ്ട് കേട്ടോ. ഈ കാണുന്ന ഒരു ചെറിയൊരു റിവർ ക്രോസ് ചെയ്യാനായിട്ട്. ഫൈനലി എനിക്കൊരു ലിഫ്റ്റ് കിട്ടി. I'm heading to the border side. The border? Yeah. Where are you heading? I'm heading this way to Santa Elena. Thank you so much for the ride. What's your name? I am Erica. Erica, nice to meet you. Where are you heading to? I'm heading to work, CK Sports Bar. CK Sports Bar. Yes. Okay. I don't know, where is it? I can drop you
you off there, and then you can probably catch a taxi from there if you like. No problem. Okay. I'm a little late for work, but Ah, no worries. fine, pick you up at all. താങ്ക് യു സോ മച്ച്. പുള്ളിക്കാരി ലിഫ്റ്റ് തന്നു. കുറേ നേരമായിട്ട് ഞാൻ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. ഞാൻ ഇനി ബോർഡറിലോട്ട് പോവാണ്. എൻ്റെ പ്ലാനുകളെല്ലാം തെറ്റി. ഞാൻ ഇന്ന് ബെൽമാപ്പാലിൽ പോകാനുള്ളത്. അവിടെ വണ്ടി കിടന്ന് ഉറങ്ങിയിട്ട് പുള്ളിക്കാരൻ എന്നെ ബോർഡറിൻ്റെ അടുത്ത് വരെ കൊണ്ടുവന്നു. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്ക് പറ്റുമെങ്കിൽ കോട്ടമലയിൽ പോയിട്ട് എംബസിയിൽ പോകണം. അപ്പോൾ അതിന് 2 ദിവസം യാത്ര എടുക്കും. ആ 2 ദിവസത്തിനുള്ളിൽ പോയി എത്തി അവിടെ തിങ്കളാഴ്ച എംബസിയിൽ എത്താനുള്ള ഒരു പരിപാടിയാണ്. Where are you from? I'm from India. Oh, India. Yeah, but now I'm traveling. I was in Mexico before a few days. I came to Belize and now I'm going to Guatemala. I go to Argentina. Yeah, Argentina. Oh, all right. Argentina, yeah. I'm going to the south. I started in the north. Good, I'm sure. You only travel one country? Yeah, next time, just I'm sure. നമ്മുടെ നാട്ടിലേക്ക് പോലത്തെ വീടുകളും സംഭവങ്ങളും ഒക്കെയാണ് ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. Well, I mean, you can defend yourself, but it's not like recommendable to travel there hitchhiking at night, you know? Dangerous. Best you sleep somewhere and then you just go again. Then never travel at night. Yeah. Yeah, my advice, don't travel at night, especially across here. Hitchhiking actually ഭയങ്കര ഈസി ഉണ്ട് കേട്ടോ. Huh? You're from Africa. No, I'm from here. You said you are from Africa. I'm from Moon. Where? Moon. Moon. You know Moon? I jumped from the moon and I landed in Belmapur. Nice to meet you, man. Man from Africa, what's your name? My name is Justin Castillo. Justin Casio. I'm going to the border. Where are you going? Thank you. Bye. അവസാനം നമ്മുടെ എക്സിറ്റിലോട്ട് വന്നിട്ടുണ്ട്. ബെലിസ് എന്ന് പറയുന്ന രാജ്യത്തിനെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നു. ഞാനിവിടെ ബോർഡറിൽ എത്തിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ ഇവർക്കൊരു ഫീ ഉണ്ട്. ഡിപ്പാർച്ചർ ഫീ, ബോർഡർ ഡെവലപ്മെൻറ്റ് ഫീ, PACT ഫീ എല്ലാം കൂടെ $40 അതായത് നമ്മുടെ നാട്ടിലെ 2000 രൂപ അടുപ്പിച്ച് ഇവർക്ക് കൊടുക്കണം കേട്ടോ. പണി കിട്ടി. സോ ഹബീബീസ്, ഞാനങ്ങനെ ബെലിസ കഴിഞ്ഞു. ഇനി കോട്ടമാല. എൻ്റെ $40 പോയി, $40 ബെലിസിയ ഡോളർ പോയി. എന്നാലും ഞാൻ ബെലിസ കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ കോട്ടമാല ഇമിഗ്രേഷനിലോട്ട് കയറട്ടെ. അങ്ങനെ ഫൈനലി നമ്മുടെ ബെലിസ എന്ന് പറയുന്ന രാജ്യം വിട്ടു. ഞാൻ ഗോട്ടമല എന്ന് പറയുന്ന രാജ്യത്തിലോട്ട് കയറുമ്പോൾ ഇവിടെ ആദ്യം കാണുന്നത് ഒരു നദിയാണ്. ഈ കാണുന്ന നദി ഒഴുകുന്നത് കോട്ടമലയിലൂടെയാണ് ഇത് ഒഴുകുന്നത്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഈ കാണുന്ന ബെലിസില രാജ്യത്തു നിന്നാണ് ഒഴുകി വരുന്നത്. അപ്പോൾ രണ്ടിൻ്റെയും ബോർഡറിൻ്റെ അടുത്തൂടായിട്ട് ഒഴുകുന്നതാണ്. ബെലിസിലോട്ട് എത്തുമ്പോൾ അത് ആ ഒഴുക്ക് വിടുന്നുണ്ട്. അങ്ങോട്ട് പിന്നെ നമ്മുടെ ബെലിസാണ് കേട്ടോ. ആ കാണുന്നതാണ് നമ്മുടെ ബോർഡർ ഭാഗം. ബെലിസ് ആക്ച്വലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കുഞ്ഞു രാജ്യമാണ്. ഞാൻ ഇനി വീണ്ടും ഈ ഒരു രാജ്യത്തോട്ട് വരും. തിരിച്ച് ഈ ഒരു രാജ്യത്തോട്ട് കയറുമ്പോൾ എല്ലാം ഇനി സ്പാനിഷ് ആയിട്ടുണ്ട്. ഗലിയോസ്, ഹോയ്, തോതോ. ഹോയ് എന്ന് പറഞ്ഞാൽ ഇന്നല്ലേ, തോതോ എന്ന് പറഞ്ഞാൽ ഫുള്ളാണ്. അപ്പോൾ നമുക്ക് എന്നിലൂടെ കുറച്ച് ലാറ്റിൻ അമേരിക്ക യാത്ര ചെയ്തിട്ട് നമുക്ക് സ്പാനിഷൊക്കെ പയ്യെ പഠിക്കാം. ബെലിസ് കുറച്ച് ടേക്ക് കെയർ ചെയ്യണമെന്നാണ്, ബെലിസ് അല്ല, ഗോട്ടമല കുറച്ച് ഗോട്ടമല കുറച്ച് ടേക്ക് കെയർ എന്നാണ് പറയുന്നത്. അറിയില്ല. അവിടെ നമ്മുടെ ഹോണ്ടയുടെ ഷോപ്പൊക്കെ ഉണ്ട്. ഇവിടെ കൂടുതൽ ആൾക്കാരും ബൈക്കൊക്കെയാണ്. പെൺകുട്ടികളൊക്കെ ധാരാളം ബൈക്ക് ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഗോട്ടമലയിലെ ഫസ്റ്റ് ഹിച്ച് ഹൈക്കിംഗ്. ഇവിടുത്തെ ശബ്ദ മലിനീകരണം കുറച്ച് കൂടുതലാണ് കേട്ടോ. ഗോട്ടമലയിലെ ഹിച്ച് ഹൈക്കിംഗ് നടക്കുമോ നോക്കട്ടെ. ഹലോ, സ്ത്രീകളൊക്കെ ചിരിക്കുന്നുണ്ട്. ആക്ച്വലി ഇതിൻ്റെ ഇടയിൽ ഒരു കാര്യം നടന്നു. ഞാൻ ബോർഡർ ക്രോസ് ചെയ്തപ്പോൾ ഒരു ചേച്ചി എന്നെ നോക്കി ഇങ്ങനെ നോക്കുന്നു കേട്ടോ. എനിക്ക് കണ്ടിട്ട് ഒരു ചമ്മലും ചിരിയും അതൊക്കെ വന്നു. കുഴപ്പമില്ല, ആളുകളൊക്കെ ചിരിക്കുന്നുണ്ട്. നമുക്ക് നോക്കാം. നമുക്ക് എവിടെയെങ്കിലുമൊക്കെ ഹിച്ച് ഹൈക്കിംഗ് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ബൈക്കിലാണ് കേട്ടോ ഇവിടെ കൂടുതൽ. എല്ലാവരും കണ്ടില്ലേ, ഫുള്ള് കാറൊക്കെ അൾട്ര ചെയ്ത്. പെൺകുട്ടികൾ, കൊച്ചുകുട്ടികളൊക്കെ ബൈക്ക് ഓടിക്കുന്നു. ഫസ്റ്റ് ഗോട്ടമലയിലെ ഹിച്ച് ഹൈക്കിംഗ്.
Buenas tardes. ¿A dónde vas? Okay. Sí, no español. Soy de India. Gracias. Right. എവിടെ പോകണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഓക്കെ. വാ, എനിക്ക് നിർത്താതെ പോയ വണ്ടിയാണ് നേരത്തെ, പക്ഷെ ഇപ്പോൾ വെച്ച് കണ്ടപ്പോൾ ഹലോ ഓക്കെ താങ്ക് യു. ഇവിടുത്തെ റോഡൊക്കെ വളരെ കുണ്ടും കുഴിയൊക്കെ നിറഞ്ഞാണ്. ഞാനിതാണ്ട് വണ്ടിയുടെ പുറകിൽ ഇങ്ങനെ ചാരി ഇരിക്കുക. നല്ല തണുപ്പ്. ഞാൻ സ്ലീപ്പിംഗ് ബാഗ് വെച്ച് കിടക്കുക. നല്ല തണുപ്പ്. ആകാശത്ത് നോക്കിയാൽ നല്ല സ്റ്റാർസിനെ കാണാം. അടിപൊളി. തണുത്ത് വിറയ്ക്കില്ല. അങ്ങനെ ഞാൻ ഇത്രയും നേരം ഈ വണ്ടിയിലായിരുന്നു കിടന്നുറങ്ങിയത്. ഹോല അമിഗോസ്. ഗ്രാസിയാസ് അമിഗോസ്. എൻ്റെ ഗോട്ടമാലയിലെ ഫസ്റ്റ് ദിവസത്തില് ഞാൻ ഇത്രയും ലോങ് വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ചു. ലാസ്റ്റ് ഇവർ വണ്ടർ അടിച്ച് എൻ്റെ അടുത്ത് ഇത്രയും നേരം ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ വണ്ടിയുടെ അടുത്ത് ഇങ്ങനെ ഇരുന്ന് ഇവരുടെ അടുത്ത് ഓരോ മറുപടി പറയാം. ഞാൻ എവിടെ പോകുന്നു, എന്ത് പോകുന്നു, ഇനി എവിടെ പോകുന്നു, എന്താണ് പ്ലാന്. ഞാൻ ഏതോ ഒരു സ്ഥലത്ത് ഏതോ ഒരു ഡൊമിനോസിൻ്റെ ഫ്രണ്ടിൽ വന്നിരിക്കുകയാണ്. ഇനി രാത്രി ഹിച്ചയ്ക്കാനൊക്കെ ഭയങ്കര പാടാണ്. ഇനി എവിടെയെങ്കിലും ക്യാമ്പ് ചെയ്യണോ എന്തോ ഒരു ഐഡിയ ഇല്ല. അവർ പാവം എനിക്ക് കോഫിയൊക്കെ വാങ്ങിച്ചു തരുവാണ് കേട്ടോ. ഇവിടെ നമ്മൾ പെട്രോൾ സ്റ്റേഷനിലെ ഒരു ഗ്രോസറി ഷോപ്പിൽ വന്നിട്ട് ഒരു കോഫി എനിക്കൂടെ പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരൻ ദാണ്ടേ എൻ്റെ അടുത്ത് വന്നിട്ട് 100, 200, 300 ലോക്കൽ മണി കൂടെ തന്നിട്ട് പോയാട്ടോ. കേട്ടോ, എന്നാലും എൻ്റെ അടുത്ത് കാശില്ല എനിക്ക്. അതുകൊണ്ട് ഞാൻ കാശ് വാങ്ങിച്ചു. ഇനി ഞാൻ എവിടെ കിടക്കണം, എന്ത് ചെയ്യണോ എന്നൊക്കെ ഞാൻ നോക്കണം, പ്ലാൻ ചെയ്യണം. ഇവിടെ എവിടെയോ ആണ്. ഇവിടെ കുറേ കളർ കുടയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ രാത്രി ഒരു മനുഷ്യരില്ല. ഞാൻ ഒന്ന് ഹിച്ചയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ പെട്രോൾ സ്റ്റേഷനിൽ വേണമെങ്കിൽ കിടക്കാം. ഈ കാണുന്ന കോഫി ഷോപ്പിൽ വൈഫൈ ഒക്കെ ഉപയോഗിച്ച് കിടക്കാം. അവർ കിടന്നോളാം പറഞ്ഞു. കിടക്കാൻ പറ്റൂല, ഇരിക്കാം. അപ്പോൾ ഞാൻ ഇനി ഒന്ന് ഹിച്ചയ്ക്കട്ടെ. പുള്ളിക്കാരെ എനിക്ക് 300 കേട്ടോ തന്നത്. 300 കോട്ടമലം മണി എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിൽ 3500 രൂപ അടുപ്പിച്ചായി. പാവം കേട്ടോ പുള്ളിക്കാരെ. അയ്യോ. അപ്പോൾ ഹിച്ച് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. ഈ പാതിരാത്രി ഈ കാണുന്നതാണ് ഇവിടുത്തെ റോഡ്. പിന്നെ ഇവിടുത്തെ ബെലിസ വെച്ചോട്ട് നോക്കുമ്പോൾ സുരക്ഷിതത്വം കുറച്ച് കുറവാണെന്ന് തോന്നുന്നു. പോലീസൊക്കെ എപ്പോഴും പോകുന്നു. ബൈക്കിൽ പോലീസുകാർ പോകുന്നു, റൗണ്ട് അടിക്കുന്നു. കണ്ടിട്ട് സുരക്ഷിതത്വം കുറവാണോ ഇവിടെ? ഞാനൊരു ട്രക്കിലൊരു ചേട്ടൻ വന്ന് പുള്ളിക്കാരൻ്റെ അടുത്ത് ലിഫ്റ്റ് വയ്ക്കുമായിരുന്നു. കുറേ നേരമായിട്ട് സ്പാനിഷൊക്കെ സംസാരിക്കുന്നു ഈ പെൺകുട്ടിയുടെ ഈ ചേച്ചിയുടെ അടുത്തുകൂടെ. എൻ്റെ അമ്മ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു വണ്ടിയിൽ ലിഫ്റ്റ് അടിച്ച് കയറി. രാത്രി അവിടെ പെട്രോൾ പമ്പ് ചെയ്യുന്ന പുള്ളിക്കാരൻ്റെ അടുത്ത് ലിഫ്റ്റ് അടിച്ച് കയറി. ഞാൻ ആക്ച്വലി രാത്രി അവരെ പേടിച്ചിട്ട് ഞാൻ എൻ്റെ ലൊക്കേഷനൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ടിന് അയച്ചു കൊടുത്തു. ലാസ്റ്റ് അവർക്ക് പുള്ളി 2 കാറുണ്ട് കേട്ടോ. ഒരു കാറ് ഈ കാണുന്ന കാറ് ടൊയോട്ടയുടെ ഒരു അടിപൊളി കാറാണ്. നല്ല പറക്കുവാണ് കേട്ടോ ഇവർ. എന്നിട്ട് വേറൊരാൾക്ക് സെയിം കാറാണ്. ഇവർ അമേരിക്കയിൽ നിന്ന് ഇവിടെ നിന്ന് വണ്ടി ഓടിച്ച് വന്നതാണ് കേട്ടോ. യുണൈറ്റഡ് സ്റ്റേറ്റിൽ നിന്ന് വണ്ടി ഓടിച്ച് ഹോണ്ടുറാസിലോട്ട് പോവാണ്. പുള്ളിക്കാരൻ മറ്റേ ലഹരിയൊക്കെ ഉണ്ടല്ലോ, മറ്റേ പൊടി, വെള്ളപ്പൊടി, അതൊക്കെ അടിച്ച് കയറ്റുന്നുണ്ടായിരുന്നു. യെസ്, ഗുഡ്. ഇതാണ് കേട്ടോ പുള്ളി. പുള്ളിക്കാരൻ ഇപ്പൊ ഇത്രയും നേരം പെട്രോൾ സ്റ്റേഷനിലിട്ട് ഡ്രിഫ്റ്റ് കാണാം കേട്ടോ. എൻ്റെ അമ്മ, പുള്ളി ഡ്രിഫ്റ്റ് ചെയ്ത രീതി. പുള്ളിക്കാരൻ പറക്കുവാണ്. റോഡിൽ കൂടെയൊക്കെ പോകുന്ന കാണണം. ചീറിപ്പാന് ഈ ലഹരിയുടെ ഓടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. ഈ കാണുന്നതാണ് വണ്ടി. ഏത് വണ്ടിയെന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ടൊയോട്ടയുടെ ഏതോ ഒരു വണ്ടിയാ. അതുകൊണ്ട് അത് റാപ്റ്റർ കേട്ടോ, അത് റാപ്റ്റർ. ഇതാണ് കേട്ടോ നമ്മുടെ പുള്ളിക്കാരൻ. അല്ല, ഇതാണ് നമ്മുടെ ലൂയിസ്.
പുള്ളിക്കാരൻ ക്യൂബക്കാരനാണ്. പുള്ളിക്കാരൻ മിയാമിയുടെ അടുത്ത് നമ്മുടെ ട്രംപിന്റെ സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത്, നമ്മുടെ വെസ്റ്റ് ബാങ്ക് ബീച്ചിൽ. പുള്ളിക്കാരൻ എനിക്ക് വേണ്ടി ഒരു വെള്ളമൊക്കെ വാങ്ങിച്ചു. ഗ്രാസിയസ് അമീഗോ. ആ യാ പുള്ളിക്കാരനാണ് പേടി, എന്നെ പേടി. എൻ്റെ അവരെന്നെ ആരോരുമില്ലാത്ത ഈ പട്ടി മാത്രമുള്ള ഇവിടെ ആക്കിയിട്ട് അവര് പോയി. അവർ ആക്ച്വലി എൻ്റെ അടുത്ത് ഇതിൻ്റെ ഇടയിൽ ഹോട്ടലിൽ വരണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല എന്ന് പറഞ്ഞു. ഇവിടെ ഒരു കടയും ഓപ്പൺ ആക്കിയിട്ടില്ല. ഈ ഒരു ബാറാണോ, ഒരു ജ്യൂസ് കട മാത്രം ഓപ്പൺ ചെയ്തിട്ടുണ്ട്, ബാക്കി കടകളൊക്കെ ക്ലോസാ. ഞാനിങ്ങനെ ഈ വഴി കണ്ട പെമ്പിള്ളേരുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഓല നീ സ്ലീപ്പ് ഹിയർ, ഓല അമീഗ അമീഗ അമീഗ. അമീഗയ്ക്ക് നാണോ ഇത്രയും നേരം നല്ലപോലെ സംസാരിച്ചതാണ്. ഓക്കെ മീ സി ഓക്കെ നോ പ്രോബ്ലമാ. ഇവിടെയാണ് കിടക്കാനുള്ള സ്ഥലം. ഇവിടെയാണെങ്കിൽ തറയിൽ കിടക്കാൻ പറ്റൂല, ഫുള്ള് എലിയുടെ ഓട്ടം കേട്ടോ. എന്താ എനിക്ക് വേണ്ടി ട്രാൻസ്ലേറ്റ് ചെയ്യുക. എനിക്ക് കൂട്ടായിട്ട് കള്ളു പിടിച്ച് ഇവിടെ നടന്നവരെല്ലാം പരിചയപ്പെട്ടു. പുള്ളി എന്നെ കൊണ്ടാക്കി തരാമെന്ന് പറഞ്ഞു ഗ്യാസ് സ്റ്റേഷനിലോ, അല്ലെങ്കിൽ പുള്ളിയുടെ ആ കാണുന്ന ഏതോ ബ്രിഡ്ജിൻ്റെ അടിയിൽ കൊണ്ടാക്കി തരാമെന്ന്. അവിടെ ആരും ഉണ്ടെന്ന്, അവിടെ ഏതെങ്കിലും കള്ളുടിയന്മാരായിരിക്കും. ഓക്കെ യെസ്. അങ്ങനെ ഞാൻ ഇവിടെ പറഞ്ഞു പോവാണ്. See you, bye bye. അവര് കണ്ടതുമില്ല, പുള്ളി കുടിച്ച് ലെക്ക് ഇട്ട് ഇരിക്കുവാണ് കേട്ടോ. Thank you man, thank you so much. Safe ride please, okay. പുള്ളിക്കാരൻ എവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞതാ. ഞാൻ പൊതുവേ ആളുകൾ എന്നെ ഇൻവൈറ്റ് ചെയ്താലോ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞാൽ ഞാൻ പോകുന്നതാ. പക്ഷെ ഇന്ന് എന്തോ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മനഃപൂർവ്വം പോകാത്തതാണ്. ഞാനിവിടെ ഒരു പെട്രോൾ സ്റ്റേഷനിൽ വന്നു. ഇവിടെ 24 hours എന്നെ എന്തോ ഇവിടെ കിടക്കാൻ പറ്റുമോ നോക്കട്ടെ. ഇവിടെ കിടക്കാൻ നമുക്ക്, ഇവിടെ കുറച്ച് സുരക്ഷിതത്വമുണ്ട്. പുള്ളിക്കാരൻ എവിടെയോ കിടക്കാൻ എന്തോ സ്ഥലമാണെന്ന് അറിഞ്ഞൂടാ, എവിടെയെന്തോ. പുള്ളിക്കാരൻ എവിടെയോ കൊണ്ടുവന്നേ? ടോയ്ലറ്റ് ആണോ? aquí toilet? Sí. ¿El bathroom അല്ലേ? Aquí tú puedes dormir. ¿Aquí? Sí. Porque no hay otro. ¿Por qué no? My home is getting ready. എൻ്റെ ഇന്നത്തെ mi casa. Aquí mi casa, amigo. Gracias. Okay. ¿Tu nombre? Jair. Jair. Mucho gusto. Adiós. Buenas noches. Igual. Bye. Gracias, amigo.